ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നിങ്ങൾ ലക്ഷദ്വീപിലെ ദീപുണ്ട കഴിച്ചിട്ടുണ്ടോ? അല്ല, ദീപുണ്ടല്ലേ, നമ്മുടെ നുമ്മ അലുവ. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് വേണ്ട ഇളയ തേങ്ങയാണ്. അപ്പോൾ വലിയ തേങ്ങയാണെങ്കിൽ 1 കിലോ ശർക്കരയ്ക്ക് 7 എണ്ണം വെച്ചിട്ട്, അല്ല തേങ്ങ ചെറുതാണെങ്കിൽ 1 കിലോ ശർക്കരയ്ക്ക് 10 തേങ്ങ, അങ്ങനെയാണ് അതിൻ്റെ ഒരു അളവ് വരാം. നമ്മളിവിടെ 2 കിലോ ശർക്കര എടുത്തിട്ടുണ്ട്, ദ്വീപ് ശർക്കരയാണ് എടുത്തത്. അതുകൊണ്ട് നമ്മളൊരു 15 തേങ്ങ എടുത്ത്, വലിയ തേങ്ങയുണ്ട്. അങ്ങനെ നമ്മൾ ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി മുത്തുമാൻ്റെ വീട്ടിൽ പോയപ്പോഴാണ് ഒരു സംഭവം കാണുന്നത്. ഈ പൂച്ച എപ്പോഴും അടുപ്പിൽ തന്നെ ഇപ്പൊ പ്രസവിച്ച കുട്ടിയാണത്. അതെന്താണെന്നല്ല, ചൂട് കൊടുക്കാനാണെന്നല്ല, അതിനെ പിടിച്ചിട്ട് അവിടെ നിന്ന് മാറ്റി വെച്ചാലും അത് പിന്നെയും അവിടെ പോയിട്ട് വെക്കും. അതിൻ്റെ ചെവിയിലും മൂക്കിലും കണ്ണിലും ബോഡിയിലൊക്കെ ഇങ്ങനെ ചൂട് കൊടുക്കുന്നത് കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ വലിയൊരു കുഴി എടുക്കണം. എന്നിട്ട് ആ കുഴിയിലാണ് നമ്മൾ വിറകും എല്ലാം വെച്ചിട്ട് നല്ലോണം തീ വെക്കും. തീ വെച്ചിട്ട് കത്താനായിട്ട് നമ്മൾ മണ്ണെണ്ണൊക്കെ ഒഴിക്കും. മണ്ണെണ്ണൊക്കെ ഒഴിച്ച് നല്ലോണം കത്തിക്കുക. നല്ലോണം തീ വന്ന് കുറെ കണലൊക്കെ വരൂല്ലേ, ഇങ്ങനെ നല്ലോണം തീ ആയിട്ട് അതിന് ശേഷം നമ്മൾ അങ്ങനെ നല്ലോണം തീയൊക്കെ വന്ന ശേഷം നമ്മൾ ആ പാത്രം എടുത്തിട്ട് അതിന് മുകളിൽ വെക്കും. എന്നിട്ട് നമ്മൾ നമ്മുടെ ആ വലിയ പാത്രം എടുക്കുക. ആ പാത്രത്തിൽ ശർക്കര മൊത്തം അതിലിടാം. എന്നിട്ട് ആ ശർക്കര ഇട്ട പാത്രം തീന്റെ മുകളിൽ വെച്ചിട്ട് കുറച്ചേരം ഇങ്ങനെ ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ ചെറിയ വെച്ച തേങ്ങയല്ലേ, ആ തേങ്ങ മുഴുവൻ ഇങ്ങനെ മെല്ലെ ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് കഴിഞ്ഞ ശേഷം 1 മണിക്കൂർ നിർത്താതെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യണം. എന്നാലേ അതിൻ്റെ ആ ഒരു ടെക്സ്ചറായിട്ട് വരുള്ളൂ. അങ്ങനെ അതൊക്കെ കുറച്ചൊന്ന് ടെക്സ്ചറൊക്കെ മാറി ടെക്സ്ചർ വേറൊരു രൂപത്തിലേക്ക് ആയിക്കൊണ്ടത് 1 മണിക്കൂർ ആയിട്ടില്ല, കണ്ടിന്യൂസ് ആയിട്ട് മിക്സ് ചെയ്തുകൊണ്ടേ നിൽക്കണം. കൈ എടുക്കാനേ പാടില്ല. അങ്ങനെ കുറച്ച് പണിയുണ്ട്, അങ്ങനെ ചെയ്തുകൊണ്ട് നിൽക്കണം. അങ്ങനെ കുറേ നേരം മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഏലക്കയും 20 ഏലക്കയും 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടിയിട്ട് മിക്സിയിലിട്ടിട്ട് പൊടിയാക്കിയിട്ടുണ്ടായിരുന്നു. ആ പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എഗെയിൻ നമ്മൾ മിക്സ് ചെയ്യുക. അങ്ങനെ ഈ ഒരു ടെക്സ്ചർ ആവുന്നവരെ നമ്മൾ മിക്സ് ചെയ്യുക. ഈ ഒരു ടെക്സ്ചർ ആയിക്കഴിഞ്ഞാൽ നമ്മളത് മാറ്റി വെക്കാം. ഇനി നമുക്കത് ഷേപ്പിൽ റൗണ്ട് ചെയ്തെടുക്കണം. ചൂടോടുകൂടി തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. ഫാൻ ഒന്നും ഇടാൻ പാടില്ല. തണുത്ത് കഴിഞ്ഞാൽ അത് ശരിയായി ഷേപ്പിൽ വരില്ല. അപ്പോൾ നമ്മൾ ഫാൻ ഒന്നും ഇടാണ്ട് ആ ഫുള്ളും കുറച്ച് ക്ഷമയോടെ തന്നെ റൗണ്ട് ചെയ്ത് വെക്കണം. അങ്ങനെ കുറേ നേരത്തെ പരിശ്രമത്തിന് ശേഷം അങ്ങനെ നമ്മളെല്ലാം ആ ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് പാക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഉണങ്ങിയ വാഴയുടെ ഇല എടുക്കുക. എന്നിട്ട് ആ ഇല ഈ ഒരു സൈസിൽ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് 2 ടൈപ്പിൽ പൊതിയാൻ പറ്റും. ഒന്നെങ്കിൽ അതിങ്ങനെ സെൻറ്ററിലൊരു ബോൾ പോലെ ആക്കിയിട്ട് സൈഡിൽ ഇങ്ങനെ മിഠായിൻ്റെ ആ ഒരു ഷേപ്പിൽ അങ്ങനെയാക്കി എടുക്കുക. അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ഷേപ്പിൽ ആക്കിയെടുക്കാൻ പറ്റും. ഇങ്ങനെ 4 സൈഡിലും ഇങ്ങനെ കെട്ടിയിട്ട് അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ലക്ഷദ്വീപിലെ ദീപുണ്ട. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. കേരളത്തിലെ എല്ലാവരും അഭിപ്രായം പറയുന്നൊരു മറ്റ് സ്വീറ്റ്സാണ് നമ്മുടെ നാട്ടിലെ. പിന്നെ ഏറ്റവും കൂടുതൽ കുറച്ച് പണിയുള്ളതും ഇതിന് തന്നെയാണ്. സോ എൻ്റെ വീഡിയോ ഇത്രയും കണ്ടതിന് എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.